പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും NMP ഹിന്ദി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ. എല്ലാവർക്കും ഓർമ്മയുണ്ടാകും, ബീർ ബഹൂട്ടി. ഈ പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസുകൾ അല്പം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെറിയ ചോദ്യങ്ങളും അതിൻ്റെ ചെറിയ ആൻസറുകളുമായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ അല്പം വലിയ ചോദ്യങ്ങളും 4-2 മാർക്കുകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അവയുടെ ആൻസറുകളുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വീഡിയോ ക്ലാസ് കാണുക. പ്രധാനപ്പെട്ടവ നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക. ബാക്കിയുള്ളത് വീഡിയോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വർക്കിലേക്ക് പോകാം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബീർ ബഹൂട്ടി എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് പരിചയപ്പെടുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കൂ. ബാദൽ കോ ദേഖ് കർ ഘടേ കോ നഹി ഠുലാന ചാഹിയെ, ദുകാൻദാർ ने ऐसा क्यों कहा? ബാദൽ കോ ദേഖ് കർ, മേഘത്തെ കണ്ടിട്ട്, ഘടേ കോ, കുടത്തെ, വെള്ളം നിറച്ച കുടത്തെ, നഹി ഠുലാന ചാഹിയെ, ഒഴിച്ച് കളയരുത്, ചൊരിച്ച് കളയരുത്, ദുകാൻദാറിനെ, കച്ചവടക്കാരൻ, ഏസ, ഇങ്ങനെ, ക്യോം കഹ, എന്തുകൊണ്ടാണ് പറഞ്ഞത്? നോക്കൂ. സാഹിലിനെ, സാഹിൽ, സ്യാഹി ഭർവാനേക്ക, മഷി നിറക്കാനുള്ള, നിശ്ചയിക്കിയ, നിശ്ചയിച്ചു എന്ന് പറഞ്ഞാൽ തീരുമാനമെടുത്തു, മഷി നിറക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഉസ്നെ, അവൻ, കലം കി, പേനയിലുള്ള, ബച്ചി ഹുയി സ്യാഹി, മിച്ചമുണ്ടായിരുന്ന മഷിയെ, ജമീൻ പർ, നിലത്തേക്ക്, ചിടക് ദി, കുടഞ്ഞു കളഞ്ഞു. ദുകാൻദാർ, ദുകാൻ പഹുഞ്ചിനെ പർ, കടയിൽ എത്തുമ്പോൾ, വഹാം, അവിടെ, സ്യാഹി നഹി ദി, മഷി ഉണ്ടായിരുന്നില്ല. തബ്, അപ്പോൾ, ദുകാൻദാറിനെ, കച്ചവടക്കാരൻ, ഐസ കഹ, ഇങ്ങനെ പറഞ്ഞു. കഹ്നെ ക മത്ലബ് ഹെ, ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ആകുന്നു, കിസി ബാത്ത് പർ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ, കേവലം, അന്ദാസ ലേക്കർ, ഊഹം വെച്ചുകൊണ്ട്, കാം കർന, പ്രവർത്തിക്കുക എന്നത്, ടീക് നഹി ഹെ, ശരിയല്ല. അസലിയത്ത് കോ, യാഥാർത്ഥ്യത്തെ, പെഹ്ലെ, ആദ്യം, പെഹ്ചാനന ചാഹിയെ, തിരിച്ചറിയേണ്ടതുണ്ട്, തിരിച്ചറിയണം. മറ്റൊരു ചോദ്യം. ജബ്, എപ്പോഴാണോ, വഹ്, അവൾ, ഉസ്കെ പാസ്, അവൻ്റെ അടുത്ത്, ആക്കർ, വന്നിട്ട്, ബൈട്ടി, ഇരുന്നത്, ഉസ്സെ നസർ നഹി മിലാപ്പായി, അവനിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. ക്യോം, എന്തുകൊണ്ട്? ഉത്തരം, ബേല സാഹിൽ കോ ബഹുത് പ്യാർ കർത്തി തി, സാഹിലിനെ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്നേഹിക്കുമായിരുന്നു. തൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന രീതിയിൽ സാഹിലിനെ വളരെയധികം സ്നേഹിക്കുമായിരുന്നു. ഉസ്കെ സാമ്നെ, അവൻ്റെ മുന്നിൽ, വഹ് ലജ്ജിത് ഹോന, അവൾ ലജ്ജിതയാവാൻ, നഹി ചാഹ്തി തി, ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ലേക്കിൻ, പക്ഷേ, മാട്ട് സാബ് കാ വ്യവഹാർ, അധ്യാപകൻ്റെ വ്യവഹാർ, ബിഹേവിയർ, സാഹിൽ കി ഉപസ്ഥിതി മേം ഥ, സാഹിലിൻ്റെ സാന്നിധ്യത്തിൽ ഥ ആയിരുന്നു. ഇസ്സെ, അതുകൊണ്ട്, ഉസ്സെ, അവൾക്ക്, ബഹുത് ദുഃഖ് ഹുവ, വളരെയധികം ദുഃഖമുണ്ടായി. ഇസ്ലിയെ, അതുകൊണ്ട്, ബേല സാഹിൽ സെ നസർ നഹി മിലാപ്പായി, സാഹിലിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചില്ല, അല്ലെങ്കിൽ നോക്കുക പോലും ചെയ്തില്ല. മറ്റൊരു ചോദ്യം. ഇൻ ബച്ചോം കോ, ഈ കുട്ടികളെ, അപ്പിനെ ചാരോം ഓർ, തൻ്റെ ചുറ്റുഭാഗത്ത് 4 ഭാഗത്തും, ഗേലത്തെ ദേഖകർ, കളിക്കുന്നതായി കണ്ടിട്ട്, ഗാന്ധിജി കി മൂർത്തി, ഗാന്ധിജിയുടെ പ്രതിമ, ഐസി, അങ്ങനെ, അപ്രകാരം, ദിഖായിപ്പെടുത്തി, കാണപ്പെടാൻ തുടങ്ങി, ജേസെ, എപ്രകാരമെന്നാൽ, और समय से, സാധാരണ സമയത്തേക്കാൾ, കുച്ച് അധിക്, കുറച്ച് അധികം, മുസ്കുരാ രഹി ഹോ, പുഞ്ചിരിക്കുന്നുണ്ടോ എന്ന്. ആ പ്രതിമയിൽ അല്പം പുഞ്ചിരിയുണ്ട്, പക്ഷേ സാധാരണയുള്ളതിനേക്കാൾ അല്പം അധികമായി പുഞ്ചിരിക്കുന്നുണ്ടോ എന്ന് ഫീൽ ചെയ്തു.
ഇസ്കാ മത്ലബ് ക്യാ ഹൈ? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം, അർത്ഥം? ബച്ചേ ഹമേഷ ബച്ചേ ഹി ഹെ. കുട്ടികൾ എപ്പോഴും കുട്ടികൾ തന്നെയാകുന്നു. ഉനേം അവർ, ഹമേഷ ആൾവൈസ് എല്ലായ്പ്പോഴും, ഖുഷ് രഹ്ന ചാഹിയെ സന്തോഷവാന്മാരായിരിക്കണം. ഇവിടെ ഉനേം എന്ന് പറയുമ്പോൾ വേ പ്ലസ് കോ ചേരുന്ന രൂപമാണ് ഉൻകോ അല്ലെങ്കിൽ ഉനേം. ചാഹിയെ എന്ന രൂപം ചേർക്കുമ്പോൾ സബ്ജക്റ്റിൻ്റെ കൂടെ കോ നിർബന്ധമായിട്ടും ചേർത്തിരിക്കണം. അങ്ങനെ വന്ന രൂപമാണ് വേ എന്നതിൻ്റെ കൂടെ കോ വരുമ്പോഴാണ് ഉൻകോ അല്ലെങ്കിൽ ഉനേം ചേർക്കുന്നത്. ആ കോ എന്നതിലേക്ക് ചില സ്ഥലത്ത് അർത്ഥം വരാം, ചില സ്ഥലത്ത് അർത്ഥം ഉണ്ടാവണം എന്നില്ല. എന്തായാലും കോ ചേർക്കൽ നിർബന്ധമാണ്. ഇവിടെ അവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അവിടെ കോയുടെ അർത്ഥം വെക്കേണ്ടതില്ല. ഉനേം അവർ, ഹമേഷ എല്ലായ്പ്പോഴും, ഖുഷ് രഹ്ന ചാഹിയെ സന്തോഷവാന്മാരായിരിക്കണം, കുട്ടികൾ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കണം. ഉൻകി ഖുഷി ദേഖ്നെ വാലോങ്കോ, അവരുടെ സന്തോഷം ദേഖ്നെ വാലോങ്കോ കാണുന്നവർക്കും, അവരുടെ സന്തോഷ പ്രകടനം കാണുന്നവർക്കും ഖുഷ് റക്തി ഹെ സന്തോഷമുണ്ടാകുന്നു. കുട്ടികളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നവർക്കും സ്വാഭാവികമായിട്ടും സന്തോഷമുണ്ടാകുന്നു. യഹാം ഇവിടെ ഗാന്ധിജി കി മൂർത്തി തക്ക്, ഗാന്ധിജിയുടെ പ്രതിമ വരെ, ബച്ചോം കി ഖുഷി ദേഖുകർ, കുട്ടികളുടെ സന്തോഷം ദേഖുകർ കണ്ടിട്ട്, മുസ്കുരാ രഹി ഹെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു. മറ്റൊരു ചോദ്യം, യഹ് ബാരിഷ് സെ പെഹലെ കി ബാരിഷ് കാ ഏക് ദിൻ ഥ. യഹ് ഇത്, ബാരിഷ് സെ പെഹലേക്ക് മഴയേക്കാൾ മുമ്പുള്ള, മഴക്കാലത്തിനേക്കാൾ മുമ്പുള്ള, ബാരിഷ് കാ മഴയുടെ, ഏക് ദിൻ ഥ ഒരു ദിവസമായിരുന്നു. മഴ പെയ്യുന്നതിൻ്റെ മുമ്പുള്ള മഴ, അങ്ങനത്തെ ഒരു ദിവസമാണ്. കഹാനിക്ക് പ്രസംഗമേം കഥയുടെ സന്ദർഭത്തിൽ, യഹ് കേസെ സാർത്ഥക് ഹോത്താ ഹെ ഇത് എത്രത്തോളം അർത്ഥവത്താകുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫുലേറയിൽ മഴ പെയ്യാൻ ഒരുങ്ങുന്നതിൻ്റെ മുന്നെയാണ് ഈ സംഭവം. മഴ പെയ്യുന്നതിൻ്റെ മുമ്പേ ഉള്ള മഴ എന്ന് പറയുന്നത്, രണ്ട് കുട്ടികളും റിസൾട്ട് അറിഞ്ഞു 2 സ്കൂളിലേക്ക് പോകാനുള്ള തീരുമാനങ്ങളൊക്കെ ആയി പിരിയുന്ന സമയമാണ്. മഴ പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അവിടെ മഴ പെയ്തു എന്ന് പറയുന്നത് ആ 2 കുട്ടികളുടെയും മുഖമാകുന്ന ആകാശത്ത് ദുഃഖമാകുന്ന കാർമേഘം നിറഞ്ഞ് മഴയാകുന്ന കണ്ണുനീർ പൊഴിയാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ കുട്ടികളുടെ കരച്ചിലിനെയാണ് മഴയുടെ മുമ്പുള്ള മഴ എന്ന രീതിയിൽ കവി ഉദ്ദേശിക്കുന്നത്. നോക്കൂ, യഹാം ഇവിടെ ബാരിഷ് ഏക്ക് പ്രതീക് ഹെ, മഴ ഒരു പ്രതീകമാണ്. അതൊരു പ്രതീകമായിട്ട് പറഞ്ഞതാണ്. കുട്ടികളെ കണ്ണുനീരിനെ മഴയുടെ അല്ലെങ്കിൽ പ്രതീകമായി പറഞ്ഞതാണ്. ഉസി പ്രകാർ ബാദൽ ബി, അതുപോലെ തന്നെയാണ് മേഘങ്ങളും, അതും ഒരു പ്രതീകമാണ്. ബേല ഔർ സാഹിൽ കാ ദുഃഖ്, ബേലയുടെയും സാഹിലിൻ്റെയും ദുഃഖത്തെ ബാദൽ കെ സമാൻ ഛായാ ഹുവാ ഹെ. ഇവിടെ ബേലയുടെയും സാഹിലിൻ്റെയും ദുഃഖം, അവരുടെ മുഖത്തുള്ള ദുഃഖം, ബാദൽ കെ സമാൻ അതൊരു കാർമേഘം പോലെ, ഛായാ ഹുവാ ഹെ വ്യാപിച്ച് കിടക്കുകയാണ് അവരുടെ മുഖത്ത്. സാഹിൽ കി ആംഖോം സെ, സാഹിലിൻ്റെ കണ്ണിൽ നിന്ന് അല്ലെങ്കിൽ കണ്ണുകളിൽ നിന്ന്, പാനി ബരസ് രഹാ ഹെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, വെള്ളം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. യഹാം ഇവിടെ കഥാകാരൻ പ്രകൃതി കി രോനി സൂരജ്, പ്രകൃതിയുടെ ആ കരയുന്ന രൂപം, ബച്ചോം കി രോനി സൂരജ് കുട്ടികളുടെ കരയുന്ന രൂപത്തോടും, ദോനും കോ ദർശായ ഹെ രണ്ടിനെയും ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രകൃതിയുടെ കരയുന്ന രൂപം മഴയും കുട്ടികളുടെ കരയുന്ന രൂപമാണ് ആ കണ്ണുനീർ പൊഴിക്കുന്നത്. ഇത് രണ്ടും മനോഹരമായിട്ട് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. ഇനി നോക്കൂ, സഹി മിലാൻ കരയും ശരിയായ രൂപത്തിൽ മാച്ച് ചെയ്യാം. സാഹിൽ കി ആംഖേം എന്നതും ചൽത്തി ബീർ ബഹൂട്ടിയാം, സാഹിൽ കി ആൻസു, സാഹിൽ കി ചോട്ട്. ഈ ഫസ്റ്റ് ഭാഗത്തുള്ള ഈ കോളത്തെ അതിൽ ആ ഭാഗത്ത് നൽകിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ കോളത്തിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ അത് ഡിസോർഡറാണ്, അതിനെ ഓർഡർ ആക്കിയിട്ടാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. അതിന് ആൻസർ നോക്കാം. സാഹിൽ കി ആംഖേം എന്നുള്ളത് ബീർ ബഹൂട്ടി കി തരഹ് ലാൽ, ബീർ ബഹൂട്ടിയെപ്പോലെ ചുവപ്പ് എന്നതിലേക്ക്. ചൽത്തി ബീർ ബഹൂട്ടിയാം, സഞ്ചരിക്കുന്ന ബീർ ബഹൂട്ടികൾ, അത് ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തി, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രക്തത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തുള്ളികൾ. സാഹിൽ കി ആംസു, സാഹിലിൻ്റെ കണ്ണുനീർ, അത് ബാരിഷ് കി ബൂന്തേം മഴത്തുള്ളികളോട്. സാഹിൽ കി ചോട്ട്, സാഹിലിൻ്റെ മുറിവ്, ബീർ ബഹൂട്ടി ക രംഗ്, ബീർ ബഹൂട്ടിയുടെ നിറത്തിലുള്ളത് എന്നതിലേക്കാണ്.
ഘടനാओं के आधार पर സംഭവങ്ങളെ ആധാരമാക്കിക്കൊണ്ട് പട്കഥ തയ്യാർ കരയും, പട്കഥ തയ്യാറാക്കുക. നോക്കൂ, വീർ ബഹുട്ടി എന്ന പാഠത്തിലാണ്. സീൻ എന്ന ഭാഗത്ത് 1 എന്ന് നൽകുന്നു. പിന്നെയുള്ളത് സ്ഥാനാണ്, അതിനുശേഷം സമയം. ഇതിനുശേഷം പാത്ര എന്ന ഒരു വരി കൂടി, ഒരു സെൻറ്റൻസ് കൂടി നൽകുന്നത് നല്ലതാണ്. കഥാപാത്രങ്ങളെ തിരിച്ചറിയാൻ നേരത്തെ തന്നെ മനസ്സിലാക്കാൻ നല്ലതാണ്. പാത്രി എന്ന ഭാഗത്ത് സാഹിൽ, വയസ്സ് കൊടുക്കാം ലഗ്ഭഗ് 11 സാൽ, ബ്രാക്കറ്റിൽ വേഷം കൊടുക്കാം സ്കൂൾ വർദി. തൊട്ടു താഴെ രണ്ടാമത്തെ കഥാപാത്രം ബേല, വയസ്സ് സെയിം ആണ് ലഗ്ഭഗ് 11 സാൽ, ബ്രാക്കറ്റിൽ വേഷം സ്കൂൾ യൂണിഫോം ആയതുകൊണ്ട് സ്കൂൾ വർദി എന്ന് നൽകാം. എന്നതിന് ശേഷം പിന്നെ ദൃശ്യം നൽകാം. ഇവിടെ നോക്കൂ, സ്ഥലം കസ്ബെ സെ സ്കൂൾ ജാനെ വാലെ രാസ്തേ കെ ബഗൽ കാ ഗേത്. അങ്ങാടിയിലൂടെ സ്കൂൾ ജാനെ വാലെ സ്കൂളിലേക്ക് പോകുന്ന, രാസ്തേ കെ വഴിയുടെ, ബഗൽ കാ ഗേത് എന്ന് പറഞ്ഞാൽ ഈ വഴി അങ്ങാടിയിലൂടെ സ്കൂളിലേക്ക്, അപ്പം അങ്ങാടി കഴിഞ്ഞിട്ടാണ് അവർക്ക് സ്കൂളുള്ളത്. ആ വഴിയിലാണ് അവരുള്ളത്, പക്ഷെ അങ്ങാടിയിലേക്ക് എത്തിയിട്ടില്ല. അതിൻ്റെ മുമ്പ് തന്നെ അതിൻ്റെ തൊട്ട പിന്നെ റോഡ് സൈഡിൽ കാണുന്ന ഒരു വയലുണ്ട്. ആ വയലിലേക്കാണ് ഇവർ ആദ്യം പോകുന്നത് ബീർ ബഹുട്ടിയെ പെറുക്കാൻ. അതിനൊന്ന് പരിചയപ്പെടുത്തിയതാണ്. അത് ചുരുക്കി നമുക്ക് എഴുതാം കസ്ബെ സെ സഡ ഖേത്ത് എന്ന് എഴുതിയാലും മതി. അങ്ങാടിയോട് സഡ ചേർന്ന് കിടക്കുന്ന ഖേത്ത് വയൽ, അങ്ങനെ എഴുതിയാലും മതി. സബേരയ്ക്ക് 9 ബജ് ഗയേ ഹെ, രാവിലെയുള്ള 9 മണിയായിട്ടുണ്ട് സമയം. ഇനി അദൃശ്യം നോക്കൂ. ഖേത്തോം സെ ബര ഇലാക്ക, വയലുകളാൽ നിറഞ്ഞ പ്രദേശം. ദൂർ ദൂർ തക്ക്, ദൂരെ ദൂരെ വരെ ഖേത്ത് വയലുകൾ, ദിക് രഹേ ഹെ കാണപ്പെടുന്നു. ലഗ്ഭഗ് ഏകദേശം, അവിടെ വയസ്സ് ചേർത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വയസ്സിന് കൊടുത്തത് നമ്മൾ പാത്രി എന്ന ഒരു ഭാഗം പ്രത്യേകം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് ആയിട്ട് എഴുതലായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതിന് ഇടയിൽ എഴുതുന്നേക്കാൾ നല്ലത്, തിരിച്ചറിയാനൊക്കെ നല്ലത് അതാണ്. ഇവിടെ ഇതിൽ ചേർത്ത് നൽകിയതാണ്. ലഗ്ഭഗ് ഏകദേശം 10-11 സാൽ കെ 2 ബच्चे, 10-11 വയസ്സുള്ള 2 കുട്ടികൾ. ബേല ഔർ സാഹിൽ, ബേലയും സാഹിലും. ഗേത്ത് കി മിട്ടി മേ, വയലിൻ്റെ മണ്ണിൽ. കുച്ച് ഖോജ് രഹേ ഹെ, എന്തോ തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉൻകെ പീട്ട് പർ, അവരുടെ പുറത്ത്. ബസ്താ ഹെ, പുസ്തകം അല്ലെങ്കിൽ പുസ്തകവും കെട്ടുമുണ്ട്. വേഷ് സെ, വേഷത്താൽ. ലഗ്താ ഹെ, തോന്നുന്നു. ദോനോം സ്കൂൾ ജാ രഹേ ഹെ, അവർ 2 പേരും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചുരുക്കി എഴുതിയാൽ വളരെ മനോഹരമായിട്ട് പാത്രി എന്നൊരു പോയിന്റ് കൊടുത്തുകൊണ്ട് സാഹിൽ എന്ന രീതിയിൽ വയസ്സും വേഷവും അവിടെ പരിചയപ്പെടുത്തിയാൽ ഇത്രയും നമുക്ക് എഴുതേണ്ടതില്ല. പിന്നീട് അവിടെ ദർശിക്കുന്ന ആ ചുറ്റുപാടിനെ കുറിച്ച് അല്പം വരികൾ എഴുതിയാൽ മാത്രം മതിയാകും. ഇനി സംഭാഷണമാണ്. സാഹിൽ പറയുന്നു, ബേല ദേഖു, നോക്കൂ, ഇസ് ബീർ ബഹുട്ടി കാ രംഗ്, ഈ ബീർ ബഹുട്ടിയുടെ നിറം. തുമാരെ, നിങ്ങളുടെ. റിബൺ ജയ്സ, റിബൺ പോലെ. ലാൽ ഹെ, ചുവപ്പാകുന്നു. ബേല ദിഖാവോ തോ, ഒന്ന് കാണിച്ചേ. ഹാ അതെ, ടീക്ക് ഹെ, ശരി. സ്കൂൾ സേ, അപ്പം സ്കൂളിൽ നിന്ന്. ഘണ്ടി ബജ്നേക്ക് ആവാസ് ആത്തി ഹെ, ആ സമയത്ത് സ്കൂളിൽ നിന്ന് ബെല്ല് മുഴങ്ങുന്നതിൻ്റെ ആവാസ് ആത്തി ഹെ, ശബ്ദം വരുന്നു. സാഹിൽ ഘബ്രാക്കർ, പരിഭ്രമിച്ചുകൊണ്ട്. തുമ്നെ കുച്ച് സുന ബേല, നീ വല്ലതും കേട്ടോ ബേല? ബേല ഹാ സുന, ഞാൻ കേട്ടു. പഹലി ഗണ്ടി ലഗ് ഗയി ഹെ, ഫസ്റ്റ് ബെല്ല് മുഴങ്ങിയിട്ടുണ്ട്. ചലോ നടക്ക്, ദേർ ഹോ ജായിഗി, ഇനി വൈകി പോകും, ലേറ്റായി പോകും. സാഹിൽ ലേക്കിൻ പക്ഷേ, മുझे എനിക്ക്, പെൻമേം എൻ്റെ പേനയിൽ, സ്യാഹി ബർവാനി, എനിക്ക് ബർവാനി ഹെ എന്നാക്കുക, എനിക്ക് മഷി നിറക്കാനുണ്ട്. ദുകാൻ സെ, കടയിൽ നിന്ന്. ബേല തോ എങ്കിൽ, ചലോ ജൽദി, നടക്ക് വേഗം. അങ്ങനെ 2 പേരും. ഗേത്ത് കി ജമീൻ സെ, വയലിൻ്റെ ആ ഭൂമിയിൽ നിന്ന്, ആ വയൽ ഭൂമിയിൽ നിന്ന്. ഉഡ്കർ, എഴുന്നേറ്റിട്ട്. ദോനും, 2 പേരും. ദോനും ബച്ചേ, 2 കുട്ടികളും. സ്കൂൾ കെ രാസ്തേ പർ, സ്കൂളിൻ്റെ വഴിയിലൂടെ. ആകെ ബഡ്തേ ഹെ, മുന്നോട്ട് പോകുന്നു. ഇത് നമുക്ക് സംഭാഷണമായിട്ട് ചോദിച്ചാൽ ഈ ഭാഗം നമുക്ക് എഴുതാൻ പറ്റും. സംഭാഷണത്തിന് വാർത്താലാപ് എന്നും ബാത്ചീത്ത് എന്നുമാണ് പറയുന്നത്. ഗാവ് കി, മറ്റൊരു പടുക്കഥയാണ് പറയാൻ പോകുന്നത്. ഗാവ് കി സ്റ്റേഷനറി കി ദുക്കാൻ, ഗ്രാമത്തിലെ സ്റ്റേഷനറി കട. സബേരയ്ക്ക് 10 ബജ് ഗേ ഹെ, രാവിലെ 10 മണിയായിട്ടുണ്ട്.
സീൻ 2 മനസ്സിലാക്കുക. പക്ഷേ പരീക്ഷയ്ക്ക് നമുക്ക് ഒരു സീൻ എഴുതാനുണ്ടാവും. ആ സമയത്ത് നമ്മൾ സീൻ 1 എന്നാക്കിയിട്ട് എഴുതിയാൽ മതി. സ്ഥലമായിട്ടാണ് ഗ്രാമത്തിലെ സ്റ്റേഷനറി കട എന്ന് പരിചയപ്പെടുത്തിയത്. സമയമാണ് സബേരയ്ക്ക് 10 ബജ് ഗയേ ഹെ, രാവിലെ 10 മണി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്നത്, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാത്രി എന്നത് പ്രത്യേകമായിട്ട് കൊടുത്താൽ സാഹിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വയസ്സ്, അതുപോലെ വേഷം, ബേലക്കും അതുപോലെ തന്നെ. പിന്നെ എക്സ്ട്രാ വരുന്നത് കച്ചവടക്കാരനാണ്, അതിന് ദുഖാൻദാർ എന്ന് കൊടുക്കുക. അദ്ദേഹത്തിന് വയസ്സ് ലഗഭഗ് 40 നൽകാം. വേഷം ധോത്തി ഔർ കുർത്ത, ധോത്തി പറഞ്ഞാൽ ലുങ്കിയാണ്, കുർത്ത എന്ന് പറഞ്ഞാൽ ഷർട്ട് എന്ന് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അവിടെ കാണുന്ന അവിടുത്തെ ആ സാഹചര്യം, ആ ചുറ്റുപാടിനെ ഒന്ന് എഴുതുക. ബേല ഔർ സാഹിൽ, ബേലയും സാഹിലും ദുക്കാൻ കെ സാമനെ ഖഡേ ഹെ, കടയുടെ മുന്നിൽ നിൽക്കുന്നു. ദുക്കാൻദാർ കച്ചവടക്കാരൻ, ഉൻസെ അവരോട് കുച്ച് ബാത് കർ രഹേ ഹെ, എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദുക്കാൻദാർ ചോദിക്കുന്നു, ക്യാ ചാഹിയെ, എന്തു വേണം? സാഹിൽ കലം ദിഖാക്കർ, പേന കാണിച്ചിട്ട്, ഇസ്മേം ഇതിൽ, സ്യാഹി ബർ ദീജിയെ, മഷി നിറച്ചു തരൂ. ദുക്കാൻദാർ ഖേദ് സേ, ഖേദത്തോടെ വിഷമത്തോടെ, അബ് ക്യാ കരൂ, ഇനി എന്തു ചെയ്യും? സ്യാഹി ഖത്തം ഹെ, മഷി തീർന്നിരിക്കുന്നു. കൽഹി മിലേഗി, നാളെ കിട്ടും. ബേല ലേക്കിൻ പക്ഷേ, ഇസ്നെ തോ ഇവൻ, പെൻമേം ജോ സ്യാഹിദി, പേനയിൽ എന്തൊരു മഷിയാണോ ഉണ്ടായിരുന്നത്, ഉസ്സെ അതിനെ ജമീൻ പർ ചിടക് ദിയ, നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. ദുക്കാൻദാർ കച്ചവടക്കാരൻ ഹസ്തേ ഹുയെ, ചിരിച്ചുകൊണ്ട്, ബാദൽ കോ ദേക്ക് കർ, മേഘത്തെ കണ്ടിട്ട്, ഖഡേക്കോ കുടത്തെ, നഹി ഢുലാന ചാഹിയെ, ചൊരിച്ച് കളയരുത്. ബേല ഘബ്രാക്കർ, പരിഭ്രമിച്ചിട്ട്, അബ് ക്യാ കരേങ്കെ, ഇനി എന്തു ചെയ്യും? സാഹിൽ ചലോ നടക്കൂ, കുച്ച് കരേങ്കെ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കിസീസെ, ആരോടെങ്കിലും, ഉദ്ധാർ ലേങ്കെ, കടം വാങ്ങിക്കാം. ദോനും ബച്ചേ, 2 കുട്ടികളും സ്കൂൾ കെ രാസ്തേ പർ, സ്കൂളിൻ്റെ വഴിയിലൂടെ, ആകെ ബഡ്ത്തെ ഹെ, മുന്നോട്ട് പോകുന്നു. മറ്റൊരു ചോദ്യമാണ്, ബേലയിൽ നിന്നുള്ള ബിച്ചുടൻ കെ കാരൻ, വേർപാടിൻ്റെ കാരണത്താൽ, സാഹിൽ ബഹുത് ദുഃഖി ഹെ, സാഹിൽ വളരെ ദുഃഖിതനാണ്. സാഹിൽ അപ്പിനെ വിചാരോം കോ, സാഹിൽ തൻ്റെ ചിന്തകളെ, ഡയറി മേ ലിഖ്താ ഹെ, ഡയറിയിൽ എഴുതുന്നു. സാഹിൽ കി ഉസ് ഡയറി കി, ഉസ് ദിൻ കി ഡയറി, സാഹിലിൻ്റെ ആ ദിവസത്തെ ഡയറി ലിഖേം, എഴുതുക. ഉത്തരം ഡേറ്റൊക്കെ നൽകിയിട്ടുണ്ട്, ദിവസവും നൽകിയിട്ടുണ്ട്, ഗുരുവാർ എന്ന രീതിയിൽ നൽകിയിട്ടുണ്ട്. ആജ് ഇന്ന് 5വീं കെ റിസൾട്ട് കാ ദിൻ താ, 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ടിൻ്റെ ദിവസമായിരുന്നു. മേ ഔർ ബേല, ഞാനും ബേലയും, ഹം ദോനും, ഞങ്ങൾ 2 പേരും പാസ് ഹോഗയെ, വിജയിച്ചു. ലേക്കിൻ പക്ഷേ, മൻ ഉദാസ് ഹെ, മനസ്സ് വല്ലാത്ത വിഷമത്തിലാകുന്നു. കൽ സെ, നാളെ മുതൽ, ബേലാസെ, ബേലയെ മിൽ ന പാവുക, ഇവിടെ മിൻ എന്ന ന എന്നാണ്, പക്ഷേ അതിന് പകരം ല എന്നാക്കണം. അവിടെ അക്ഷരത്തിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. മിൽ എന്നാണ് ല. ബേലാസെ മിൽ ന പാവുക, ബേലയെ കാണാൻ കഴിയില്ല. അഗലെ സാൽ, അടുത്ത വർഷം, ബേല രാജകീയ കന്യാ പാഠശാല മേ പഠേഗി, അടുത്ത വർഷം ബേല രാജകീയ കന്യാ പാഠശാലയിലാണ് പഠിക്കുക. ഘർവാലെ, വീട്ടുകാർ, മുझे, എന്നെ, അജ്മീർ ഭേജ് ദേങ്കെ, അജ്മീറിലോട്ട് അയക്കുകയും ചെയ്യും. ഘർ സെ ദൂർ, വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ. ഹോസ്റ്റൽ മേ, ഹോസ്റ്റലിൽ. അഖേല റഹ്ന പടേക, ഒറ്റക്ക് താമസിക്കേണ്ടി വരും. ആജ് തക്ക്, ഇന്ന് വരെ, ബഹുത് ഖുഷി കെ സാത്ത് ബീത്ത, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ബീത്ത ചെലവഴിച്ചത്. മേം ബേല കെ സാത്ത്, ഞാൻ ബേലയോടൊപ്പം. ബാരിഷ് മേം, മഴയത്ത്. ബീർ ബഹൂട്ടിയോം കോ ഖോജ് കർ, ബീർ ബഹൂട്ടികളെ തെരഞ്ഞ് കണ്ടുപിടിച്ചുകൊണ്ട്. കിത്തിനെ ദിൻ ബിത്തായി, എത്ര ദിവസങ്ങൾ ചെലവഴിച്ചു. കൽസെ, നാളെ മുതൽ. ഞാൻ. കിസ് കെ സാത്ത്, ആരുടെ കൂടെ. ലങ്കഡേ കാ ഖേൽ ഖേലും, ലങ്കഡേ ഖേൽ എന്ന കളി, ലങ്കടി ഡാങ് എന്ന കളി, ഖേലും കളിക്കും. ബേലാക്കോ ബി, ബേലക്കും ബഹുത് ദുഃഖ് ഹോക, വളരെ ദുഃഖമുണ്ടാകും. ക്യാ വഹ് മുझे യാദ് കരേഗി, എന്താ അവൾ എന്നെ ഓർക്കുമോ. മേരാ റിപ്പോർട്ട് കാർഡ് ദേഖ്തേ സമയ്, എൻ്റെ പ്രോഗ്രസ് കാർഡ് നോക്കുന്ന സമയത്ത്. ഉസ്കി ആംഖോമേം, അവളുടെ കണ്ണുകളിൽ. ആംസു ബർഗയെ, കണ്ണുനീർ നിറഞ്ഞു. വഹ് അപ്പിനി ആംഖോം കെ ആംസു, അവൾ തൻ്റെ കണ്ണിലുള്ള ആംസു, കണ്ണുനീർ. ചിപ്പാനേക്ക് കോശിഷ് കി, മറച്ചുവെക്കാൻ, പൊത്തിവെക്കാൻ ശ്രമിച്ചു.
ഹം ദോനോം കി ദോസ്തി, ഞങ്ങൾ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് ഒത്തിനി സഖ്ത് തി, അത്ര പവർഫുള്ളായിരുന്നു. സഹി ക്രിയാരൂപ് ചുൻകർ, ശരിയായ ക്രിയാരൂപത്തെ തിരഞ്ഞെടുത്ത് വാക്യത്തെ പൂർത്തീകരിക്കുക. സാഹിൽ പെൻമേം സ്യാഹി, ബർവായെങ്കെ ബർവായേഗ ബർവായേഗി ബർവായേങ്ക. ഇവിടെ സാഹിൽ എന്ന ഏകവചന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഭർവായേഗ എന്നാണ് നൽകുക. അത് ബേല എന്നായിരുന്നുവെങ്കിൽ ഭർവായേഗി എന്ന് നൽകുമായിരുന്നു. ബഹുവചനം സാഹിലും ബേലയും ഒരുമിച്ച് വരികയാണെങ്കിൽ ഭർവായേങ്കെ എന്നാണ് നൽകേണ്ടിയിരുന്നത്. ബർവായേങ്ക എന്ന് പറയുന്നത് തെറ്റായ ഒരു പ്രയോഗമാണ്, അങ്ങനെ പ്രയോഗിക്കാറില്ല. അടുത്ത ചോദ്യം, മാട്ട് സാബ് കെ ബുരേ വ്യവഹാർ സി, അധ്യാപകൻ്റെ മോശമായ പെരുമാറ്റം കൊണ്ട് ബേല ബഹുത് ദുഃഖി ഹെ, ബേല വളരെ ദുഃഖിതയാണ്. ബേല അപ്നെ വിചാരോം കോ, ബേല തൻ്റെ ചിന്തകളെ ഡയറിമേ ലിഖ്തി ഹെ, ഡയറിയിൽ എഴുതുന്നു. ബേല കി, ബേലയുടെ ഉസ് ദിൻ കി, ആ ദിവസത്തെ ഡയറി ലിഖേം, ഡയറി എഴുതുക. നോക്കൂ, ഡേറ്റ് നൽകിയിട്ടുണ്ട്, ദിവസവും ബുധവാർ. ഓഹ് ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം. മേ കൈസെ ഭൂലും, ഞാൻ എങ്ങനെ മറക്കും. ഇത്ന ബുരാ ദിൻ, ഇത്ര മോശമായ ദിവസം. ജിന്ദഗി മേ, ജീവിതത്തിൽ. പെഹ്ലി ബാർ, ആദ്യമായിട്ടാണ്. ആയാ ഹെ, വന്നിട്ടുള്ളത്. ഗണിത് കാ പീരിയഡ് ഥ, കണക്കിൻ്റെ പീരിയഡ് ഥ ആയിരുന്നു. ക്ലാസ്മേം ആത്തേഹി, ക്ലാസ്സിൽ ആത്തേഹി വന്നപ്പോൾ തന്നെ. മാട്സാബ്, അധ്യാപകൻ. കോപ്പി ജാഞ്ച്നെ ലഗെ, നോട്ട് പുസ്തകം പരിശോധിക്കാൻ ലഗെ തുടങ്ങി. കോപ്പി ജാഞ്ച്ത്തെ സമയം, നോട്ട് പുസ്തകം പരിശോധിക്കുന്ന സമയം. മാസ്റ്റർ ജി കി നസർ, അധ്യാപകൻ്റെ നോട്ടം. മുജ്പർ പടി, എന്നിൽ പതിച്ചു. മേനേത്തോ, ഞാനാണെങ്കിൽ. കോപ്പി ലിഖിതി, നോട്ട് പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ഫിർബി, എങ്കിലും. മേം, ഞാൻ. ഭയസേ, ഭയത്താൽ. കാമ്പ് രഹീതി, വിറച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബിന കുച്ച് കഹേ, ബിന വിത്തൗട്ട് എന്ന അർത്ഥത്തിലാണ്. കുച്ച് കഹേ ബിന, ഒന്നും പറയാതെ. മാട്സാബ്, അധ്യാപകൻ. മേരെ ബാൽ, എൻ്റെ മുടി. പക്കടുക്കർ, പിടിച്ചിട്ട്. ഫേങ്ക, എറിഞ്ഞു എന്ന് പറഞ്ഞാൽ മുടി പിടിച്ച് എന്നെ തള്ളി. സബ് ബച്ചോം കി നസർ, എല്ലാ കുട്ടികളുടെയും നോട്ടം. മുജ്പർ പടി, എന്നിൽ പതിച്ചു. മേരെ, എൻ്റെ. ഭയഭീത് ചെഹരേക്കോ ദേഖുകർ, ഭയഭീതമായ പേടിച്ചരണ്ട മുഖത്തെ ദേഖുകർ കണ്ടിട്ട്. സാഹിൽ കി, സാഹിൽ ബുരി തരഹ്, വളരെ അങ്ങേയറ്റം മോശമായ രൂപത്തിൽ. ഡർ ഗയാ ഥ, പേടിച്ചിട്ടുണ്ടായിരുന്നു. മുझे, എനിക്ക്. ഐസാ ലഗ, ഇങ്ങനെ തോന്നി. കി, എന്തെന്നാൽ. മേ അഭി ഗിർ ജാऊंगी, ഞാൻ ഇപ്പോൾ തന്നെ വീണു പോകും. കുച്ച് സമയ്ക്ക് ബാദ്, കുറച്ച് സമയത്തിൻ്റെ ശേഷം. മാട്സാബിനെ, അധ്യാപകൻ. കോപ്പി, നോട്ട് പുസ്തകം. മേരെ ബൈഠ്നെ കെ സ്ഥാൻ പർ, എൻ്റെ ഇരിക്കാനുള്ള അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക്. ഫെങ്കി ഔർ, എറിയുകയും. മുജ്സെ, എന്നോട്. ബൈഠ്നേക്കോ, ഇരിക്കാൻ. കഹ, പറഞ്ഞു, ഇരിക്കാനും പറഞ്ഞു. മുझे, എനിക്ക്. അബ് ബി പതാ നഹി, അബ് ബി, ഇപ്പോഴും. പതാ നഹി, അറിയില്ല. കി, എന്തെന്നാൽ. മേരി ഗൽത്തി ക്യാ ഥി, എൻ്റെ ആ തെറ്റ്. ക്യാ ഥി, എന്തായിരുന്നു. ഐസ അനുഭവം, ഇങ്ങനെ ഒരു അനുഭവം. ജീവൻ മേം, എൻ്റെ ലൈഫിൽ. കഭി, ഒരിക്കലും. നഹി ഹുവാ ഹെ, ഉണ്ടായിട്ടില്ല. മറ്റൊരു ചോദ്യം, ബീർ ബഹൂട്ടിയോം കി, ബീർ ബഹൂട്ടികളുടെ. ക്യാ ക്യാ വിശേഷതായേം ധീം, വിശേഷതായേം ക്യാ ക്യാ ധീം, സ്പെഷ്യാലിറ്റീസുകൾ എന്തെല്ലാം ആയിരുന്നു. ബീർ ബഹൂട്ടിയാം, ബീർ ബഹൂട്ടികൾ. സുർക്ക്, ബ്ലഡിൻ്റെ നിറം. മുലായം, നല്ല സോഫ്റ്റായതും. ഗദ്ബതി, നല്ല മുലായം എന്ന് പറഞ്ഞാൽ മിനുസമുള്ളത് എന്നതും. ഗദ്ബതി, മൃദുലം. രണ്ടും ഏകദേശം ഒരു അർത്ഥം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വളരെ മിനുസവും മൃദുലവുമായതായിരുന്നു. ഉനേം ദേഖ്നെ പർ, ഉനേം അവകളെ. ദേഖ്നെ പർ, കാണുമ്പോൾ. ധർത്തി പർ, ഭൂമിയിൽ. ചൽത്തി ഫിർത്തി ഖൂൻകി, സഞ്ചരിക്കുന്ന. ഖൂൻകി, രക്തത്തിൻ്റെ. ബൂന്തേം, തുള്ളികളെപ്പോലെ.
ലഗ്തി ഥീ തോന്നുന്നുണ്ടായിരുന്നു. മറ്റൊരു ചോദ്യം, സാഹിൽ ഔർ ബേല, സാഹിലും ബേലയും സ്കൂൾ കെ ലിയെ സ്കൂളിലേക്ക് വേണ്ടി, ഘർ സെ വീട്ടിൽ നിന്ന്, കുച്ച് സമയ് പെഹലെ കുറച്ച് സമയം മുൻപ്, നിക്കൽ ആത്തേതെ പുറപ്പെടുമായിരുന്നു, ക്യോം എന്തിനാണ് അല്ലെങ്കിൽ എന്ത് കൊണ്ട്. സാഹിൽ ഔർ ബേലാക്കോ, സാഹിലിനും ബേലയ്ക്കും, കണ്ടോ ഔർ വരുമ്പോൾ ഏതെങ്കിലും രണ്ടാമത്തേതിൻ്റെ കൂടെ മാത്രമേ പ്രത്യയം ചേർക്കാൻ പാടുള്ളൂ. ഈ പ്രത്യയം രണ്ടിനും ബാധകമാണ്. സാഹിൽ കോ ഔർ ബേലാക്കോ എന്ന് എഴുതില്ല. സാഹിൽ ഔർ ബേലാക്കോ സാഹിലിനും ബേലയ്ക്കും, ബീർ ബഹുട്ടിയാം ബീർ ബഹുട്ടികളെ, ബഹുത് പ്രിയ ധീം വളരെ പ്രിയമായിരുന്നു, ഇഷ്ടമായിരുന്നു, കസ്ബേ സെ സഡേ ഗേത്തോമേം, കണ്ടോ അങ്ങാടിയോട് ചേർന്ന വയലുകളിൽ, ഇതാണ് നേരത്തെ പറഞ്ഞ പടുക്കഥയിൽ നമുക്ക് സ്ഥലം ഇങ്ങനെ കൊടുത്താൽ മതി എന്ന് പറയാൻ കാരണം. കസ്ബേ സെ സഡേ ഗേത്തോമേം അങ്ങാടിയോട് ചേർന്ന വയലുകളിൽ, വേ അവർ ബീർ ബഹൂട്ടിയാം ബീർ ബഹൂട്ടികളെ, ഖോജ കർത്തേദേ പതിവായി തിരയുമായിരുന്നു. ഖോജ കർണ, കർണ എന്ന സഹായക ക്രിയ വരുമ്പോൾ അതിനെ നിത്യതാബോധക ക്രിയയായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഖോജ കർത്തേദേ പതിവായി തിരയുമായിരുന്നു. നോക്കൂ മറ്റൊരു ചോദ്യം, ഗണിത് കാ മാഡ് സാബ്, ഗണിതത്തിൻ്റെ അധ്യാപകൻ, സുരേന്ദർ ജി കാ പീരിയഡ്, സുരേന്ദർ ജിയുടെ പീരിയഡ്, ഖേൽ ഗണ്ടി കെ ബാദ് PT പീരിയഡിൻ്റെ ശേഷം ആഥാത വരുമായിരുന്നു, ബച്ചെ കുട്ടികൾ, ഉൻസെ കാം തേധെ അദ്ദേഹത്തെ പേടിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭയക്കുമായിരുന്നു. കാംന എന്ന് പറഞ്ഞാൽ വിറക്കുക എന്നതാണ്, അദ്ദേഹത്തെ പേടിച്ച് വിറക്കുമായിരുന്നു. ബച്ചോം കെ ഡർ കാ കാരൺ, കുട്ടികളുടെ ഭയത്തിൻ്റെ കാരണം ക്യാ ഹെ എന്താകുന്നു. ഗേൽ ഗണ്ടി കെ ബാദ് കെ പീരിയഡ് മേ, PT പീരിയഡിൻ്റെ ബാദ് കെ ശേഷമുള്ള പീരിയഡ് മേ പീരിയഡിൽ, സുരേന്ദർ ജി കോപ്പി ജാജ്തേതെ നോട്ട് ബുക്ക് പരിശോധിക്കുമായിരുന്നു. ജരാ സി ഗൽത്തി പർ, വളരെ നിസ്സാരമായ ചെറിയ അല്പം എന്നൊക്കെയാണ് ജര കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വളരെ നിസ്സാരമായ ഗൽത്തി പർ തെറ്റിനും, ബച്ചോം കോ കുട്ടികളെ ഇധർ ഉധർ ഫെങ് ദേത്തേതേ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുമായിരുന്നു, പിടിച്ച് തള്ളുമായിരുന്നു. യാ അല്ലെങ്കിൽ ഝാപ്പട് മാർത്തേതേ ശക്തമായിട്ട് പ്രഹരിക്കുമായിരുന്നു, അടിക്കുമായിരുന്നു. ഈ പാഠം എഴുതിയിരിക്കുന്ന ലേഖകൻ പ്രഭാതിനെക്കുറിച്ച് ചില വരികൾ. യുവ കവി പ്രഭാത് ക ജന്മ, യുവ കവിയായ പ്രഭാതിൻ്റെ ജനനം രാജസ്ഥാനിലെ കരൗളി കരൗളി എന്ന സ്ഥലത്ത് 1972 1972 കോ ഹുവ ഉണ്ടായി. അദ്ദേഹം, ആപ്പ് എന്നതിന് താങ്കളെന്നും ഇത്തരം ഘട്ടങ്ങളിൽ അദ്ദേഹമെന്നും അർത്ഥം വരുന്നു. അദ്ദേഹം കവി ഹോനേക്കെ സാത്ത് സാത്ത്, കവി ആണെന്നതിൻ്റെ കൂടെ തന്നെ കഹാനിക്കാർ ബിഹെ, ഒരു കഥാകൃത്ത് കൂടി ആകുന്നു. കാസിബായി പാനി കി ഗാഡിയോമേം ജൂസ്താ രഹാ ജാത്താ രഹാ ആദി, ആപ്കി അദ്ദേഹത്തിൻ്റെ, ആദി എന്ന് പറഞ്ഞാൽ മുതലായവ, അദ്ദേഹത്തിൻ്റെ പ്രമുഖ് രചനായ ഹെ, പ്രമുഖമായ പ്രസിദ്ധമായ രചനകൾ ആകുന്നു. ഇനിയും ഇതിൽ ഒരുപാട് വർക്കുകളുണ്ട്. പക്ഷേ ഈ തന്നിരിക്കുന്ന വർക്കുകളുടെ ചെറിയ രൂപമാറ്റം, ഉദാഹരണമായിട്ട് നമ്മൾ ഒരു ഡയറി പഠിച്ചിട്ടുണ്ടല്ലോ, ബേലയുടെ ഡയറി. ഈ ബേലയുടെ ഡയറിയിൽ എഴുതിയ അതേ കാര്യം തന്നെയായിരിക്കും ബേലക്ക് തൻ്റെ സുഹൃത്താകുന്ന അല്ലെങ്കിൽ തൻ്റെ ഏതെങ്കിലും ഒരു സുഹൃത്തിന് ലെറ്ററായി എഴുതാനും ഉണ്ടാവുക. ഇനി അതേ സന്ദർഭത്തിൽ തന്നെ ആലോചിച്ച് നോക്കൂ, ബേലയുടെ ഡയറിയെ ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ സാഹിലിൻ്റെ ഡയറിയാക്കി മാറ്റാൻ കഴിയും. ഉദാഹരണമായി സുരേന്ദർ മാഡ് സാബ് ഉപദ്രവിച്ച ദിവസം ബേല എഴുതുന്നത്, ഇന്ന് സുരേന്ദർ മാഡ് സാബ് എന്നെ വളരെയധികം ഉപദ്രവിച്ചു. ഇങ്ങനെ എഴുതിയ ഈ സെൻറ്റൻസിനെ സാഹിൽ എഴുതുമ്പോൾ എന്താണ്, ഇന്ന് സുരേന്ദർ മാഡ് സാബ്, എന്നെ എന്നതിന് സ്ഥാനത്ത് ബേലയെ എന്ന് മാറ്റാനേ ഉള്ളൂ, വളരെയധികം ഉപദ്രവിച്ചു. ബേല പറയും, എൻ്റെ പുസ്തകത്തിൽ ഒരു തെറ്റുണ്ടായിരുന്നു, എന്നാൽ അത് വളരെ ചെറുതായിരുന്നു. ഈ സെൻറ്റൻസിനെ സാഹിൽ എഴുതുമ്പോൾ അവളുടെ എന്നൊരു വാക്ക്, എൻ്റെ എന്നുള്ളതിന് മേരായുടെ രൂപമാണ് കൊടുക്കുക. അത് പുസ്തകം സ്ത്രീലിംഗമായതുകൊണ്ട് മേരി കിതാബമേ എന്നാണ് ബേല പറയുക. അപ്പോൾ ആ സന്ദർഭത്തിൽ അവളുടെ എന്ന് പറയാൻ ഉസ്കി കിതാബുമേം, ഈ ഒരു മാറ്റം മാത്രമേ വരുത്താനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ ലഭിച്ച വർക്കുകളിലൊക്കെ നിങ്ങൾ ഈ പരിശോധന നടത്തുക.
രണ്ട് കഥാപാത്രങ്ങൾക്ക് തമ്മിൽ അല്ലെങ്കിൽ അവരുടെ വർക്കുകളെ മാറ്റം വരുത്താൻ അധികം പ്രയാസമൊന്നുമില്ല. ഒരാളുടെ വർക്ക് നല്ലപോലെ പഠിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞ ഇതുപോലുള്ള വാക്കുകൾ, ആ വാക്കുകളിൽ ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ കഥാപാത്രത്തിൻ്റെ വർക്കാക്കി മാറ്റാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പരിശീലനങ്ങൾ നടത്തുക. അതുപോലെ ചെറിയ മലയാള സെൻറ്റൻസ്, ഒരു ഡയറിയുടെ മലയാളത്തിലുള്ള 2-3 വരി നമ്മൾ എഴുതി വെക്കുക. അതിനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. ഒരു ദിവസം ഒരു 2 വരി അല്ലെങ്കിൽ ഒരു 3 വരി മലയാളത്തിൽ ഡയറിയോ അല്ലെങ്കിൽ കോൺവെർസേഷനോ നമുക്ക് എഴുതാം ഈ കഥാപാത്രങ്ങളുടെ. എന്നിട്ട് അത് റിവേഴ്സിലേക്ക് മാറ്റുക. അതിൽ കിട്ടാത്ത വേർഡ് മീനിങ്സ് ടീച്ചേഴ്സിനോട് ചോദിക്കുക. ഇങ്ങനെ പഠിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹിന്ദി കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ധന്യവാദ്.